ഹലോ, നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിലെ സ്ക്വയർ റൂട്ട് ആയിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ. ഇന്ന് നമ്മൾ ക്യൂബ് റൂട്ടാണ് പറയുന്നത്. സ്ക്വയർ റൂട്ടിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാവുന്നതാണ് ക്യൂബ് റൂട്ട്. സ്ക്വയർ റൂട്ടിൽ ഒരു 3 സ്റ്റെപ്പെങ്കിലും വേണം, പക്ഷേ ക്യൂബ് റൂട്ടിൽ 2 സ്റ്റെപ്പിൽ നമ്മൾ ആൻസറിലേക്ക് എത്തുന്നു. വിത്തിൻ സെക്കൻഡ് ആൻസറിലേക്ക് എത്തും. അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എപ്പോഴും. സ്ക്വയർ റൂട്ട് പഠിച്ച മാതിരി ക്യൂബ് റൂട്ടിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയണം. ഞാനിവിടെ നോക്കിയാൽ 1 തൊട്ട് 10 വരെയുള്ള നമ്പറുകളിലെ ക്യൂബ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചത് ഒരു കാര്യം മനസ്സിലാവും. 1 വന്നപ്പോൾ എനിക്ക് ക്യൂബ് 1 തന്നെയാണ്, 4 4 തന്നെയാണ്, 5 വന്നപ്പോൾ 5, 6 6, 7 8 ഡിഫറൻ്റ് ആണ്, 9 10 വന്നു, 9 വന്നപ്പോൾ 9, 10 വന്നപ്പോൾ 10 ആണ് വരുന്നത്. കഴിഞ്ഞ നമ്മൾ സ്ക്വയർ റൂട്ട് പഠിച്ചപ്പോൾ കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ സ്ക്വയറിൽ പെർഫെക്റ്റ് സ്ക്വയറിൽ ഒരിക്കലും ലാസ്റ്റ് ഡിജിറ്റ് 2 3 7 8 വരില്ല എന്ന് പറഞ്ഞിരുന്നത് അല്ലേ. ഒരിക്കലും പെർഫെക്റ്റ് സ്കോറിൽ ഈ 4 നമ്പർ വരില്ല, 2 3 7 8. ഇവിടെ പ്രശ്നമില്ല, ഇവിടെ ആര് വേണമെങ്കിൽ വരാം. നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. 0 അവിടെ വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 2 3 4 5 6 7 8 9 എല്ലാവരും നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടി നടക്കില്ല. പക്ഷേ ഇവിടെ ഒരു എളുപ്പവഴിയുണ്ട്. അതായത് മനസ്സിലായത്, നമ്മൾ ക്യൂബ് കാണുമ്പോൾ അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് കാണുമ്പോൾ 0 വന്നാൽ ലാസ്റ്റ് ഡിജിറ്റ് 0 തന്നെയായിരിക്കും, 1 വന്നാൽ 1, 4 വന്നാൽ 4 തന്നെയാണ്, 5 വന്നാൽ 5, 6 വന്നാൽ 6, 9 വന്നാൽ 9. അപ്പോൾ ഓക്കെയാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 9 ക്യൂബ് 7 29 ലാസ്റ്റ് ഡിജിറ്റ് 9 വന്ന് കണ്ടോ. 4 ക്യൂബ് ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്, ക്യൂബ് റൂട്ട് വന്നപ്പോൾ 4 തന്നെയാണ്. 1 തന്നെ പറഞ്ഞത്, 5 വന്നപ്പോൾ 5, 6 വന്നപ്പോൾ 6 തന്നെയല്ലേ. അപ്പോൾ ഇതൊക്കെ ഒഴിവായി. ഇനി നമ്മൾ അവിടെ ഒഴിവാക്കിയത് സ്ക്വയർ റൂട്ടിൽ ഒഴിവാക്കിയിട്ടുള്ള ആ 4 നമ്പർ ഇവിടെ ആവശ്യം വരും. അത് മാത്രം വ്യത്യാസമുള്ളൂ. അതായത് 2 3 7 8. അതായത് ലാസ്റ്റ് ഡിജിറ്റ് 7 ആണെങ്കിൽ അതിൻ്റെ ക്യൂബ് റൂട്ട് 3 ആയിരിക്കും. തിരിച്ചും ലാസ്റ്റ് ഡിജിറ്റ് 3 ആണെങ്കിൽ അതിൻ്റെ ക്യൂബ് റൂട്ട് 7. സിമിലർലി 8 ആണെങ്കിൽ 2 വരും, 2 ആണെങ്കിൽ 8. ഇത് തെറ്റരുത്. ആ തെറ്റാതിരിക്കാനുള്ള എളുപ്പവഴി പറഞ്ഞു തരാം. 7ൻ്റെ നമുക്ക് ഇനി 3 ആണോ 2, ചില കൺഫ്യൂഷൻ വരും. 7 8 2 3, 7 ലാസ്റ്റ് 2 ആണോ 3 ആണോ ഒന്നും ആലോചിക്കേണ്ട. 7 ആണെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 10 വരണത്ര. 7 + 3 10, 8 + 2 10. അപ്പോൾ 7 ആണെങ്കിൽ ഒരിക്കലും 2 വരില്ല, കാരണം ആഡ് ചെയ്യുമ്പോൾ 10 വരത്തില്ല. അപ്പോൾ 7 ആണെങ്കിൽ മനസ്സിലാക്കി അവിടെ 3 ആണ്, 3 ആണെങ്കിൽ അവിടെ 7 ആണ്. അതുപോലെ 8 ആണെങ്കിൽ 2 ആണ്, 2 ആണെങ്കിൽ 8. ഇതൊന്നും ഓർത്ത് വയ്ക്കുക നിങ്ങൾ. എല്ലാ ഡിജിറ്റും വരും. ഇത് ഓക്കെ, വളരെ ഈസിയാണ്, നമുക്കറിയാം. ഈ 4 നമ്പർ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. 2 3 7 8 വരും മാത്രമേ ആയിരിക്കും. അങ്ങോട്ട് കൊണ്ട് കൊടുക്കാം. 2 ന് 8ഉം 3ക്ക് 7ഉം തിരിച്ചും കേട്ടോ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞു. നിങ്ങൾ ക്യൂബ് റൂട്ട് കാണുമ്പോൾ മനസ്സിലാവും 3 ആയിരുന്നു എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാവും. പക്ഷേ ഇത് അറിയാനായിട്ട് അറിഞ്ഞാലും നമുക്ക് സ്പീഡ് കിട്ടുള്ളൂ. സ്പീഡ് കിട്ടണമെങ്കിൽ ഇതൊന്നും അറിഞ്ഞാൽ നല്ലതാണ്. ഈ റൂളുകൾ അറിയാൻ നിങ്ങൾ കിടന്ന് നോക്കി. ഫസ്റ്റ് ഡിജിറ്റ് അവിടെ എഴുതിയിട്ടുണ്ട് നോക്കി, 3 3 7 8 അല്ലേ. 3 3 7 8 ആണ് നമ്മുടെ 3 3 7 5 എന്നുള്ള നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് നമുക്ക് കാണണം. 3 3 7 8 കണ്ടുപിടിക്കണം. ലാസ്റ്റ് ഡിജിറ്റ് ഞാൻ നോക്കി, ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ 5 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 5 ആണെങ്കിൽ 5 തന്നെയാണ് നമുക്കറിയാം, ഉറപ്പല്ലേ. നേരത്തെ പറഞ്ഞില്ലേ, ഈ നമ്പറുകൾക്ക് ഏത് വന്നാലും അതേ നമ്പറേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് കിട്ടി, 5 എന്ന് കിട്ടി. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു അല്ലേ. ലാസ്റ്റ് ഡിജിറ്റ് 5 ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ 5 തന്നെ എഴുതി. ഇനി ഫസ്റ്റ് കിട്ടാനായിട്ട് സ്ക്വയർ റൂട്ട് കാണുമ്പോൾ നമ്മൾ 2 ഡിജിറ്റാണ് അല്ലേ നമ്മൾ മൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ്. ക്യൂബ് റൂട്ട് ആകുമ്പോൾ 3 നമ്പേഴ്സ്, ഇവർ 3 ആളും മാറ്റി നിർത്തുക. സ്ക്വയർ റൂട്ടിന് ലാസ്റ്റ് 2 ഡിജിറ്റ് മാറ്റി എടുത്ത് ബാക്കി നമ്മൾ നോക്കാറ്. അതേ റൂള് ഇവിടെ 3 ഡിജിറ്റ് നമ്മൾ മാറ്റിയിട്ട് വേണം നോക്കാനായിട്ട്. ഇനി ആകെ ഒരു നമ്പർ 3 മാത്രമേ ഉള്ളൂ. ആ 3യുടെ താഴെ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസറായി. 3യുടെ താഴെ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് ഏതാ? 1 അല്ലേ ഉള്ളൂ. 1 ക്യൂബ് 1. ഇനി 2 ക്യൂബാണ്. 2 ക്യൂബ് എത്ര വരുന്നത്? 2 × 2 × 8 അല്ലേ. ദാറ്റ് ഈസ് മോർ ദാൻ 3. മനസ്സിലായോ? അപ്പോൾ ബിലോ 3 വരുന്ന ക്യൂബ് പെർഫെക്റ്റ് ക്യൂബ് ഏതാ? 1 മാത്രമേ ഉള്ളൂ. നമ്മുടെ ആൻസറായി 15. ക്യൂബ് റൂട്ട് ഓഫ് 3 3 7 5 ഈസ് 15. ഈസി അല്ലേ. ഞാൻ പറഞ്ഞ 2 സ്റ്റെപ്പിൽ ആൻസർ ആവുന്നു. ലാസ്റ്റ് ഡിജിറ്റ് അറിയാൻ ഈ കാര്യം ഒന്ന് മനസ്സിലുണ്ടാവുക, പിന്നെ പണി കഴിഞ്ഞു. ഇവ രണ്ടാമത്തെ നമ്മൾ നോക്കാം. 1 2 1 6 7. 7 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ നമ്മൾ നോക്കണം, 7 വന്നാൽ ആരാ വരിക? 3. 3 വന്നാൽ 7. ഫസ്റ്റ് ഡിജിറ്റ് കിട്ടി 3. ഇത് കഴിഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മുടെ 3. ഈ ലാസ്റ്റ് ഏത് ഡിജിറ്റ് വരുന്ന പറഞ്ഞാൽ ഒരു ഡിജിറ്റ് ഇനിയും ബാക്കി നോക്കണ്ടു. പഴയ പോലെ 3 ഡിജിറ്റ് നമ്മൾ മാറ്റി നിർത്തി. പിന്നെ 12 ആണ് ബാക്കി വരുന്നത്. 12ന് താഴെ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് 1 ക്യൂബ് 1, 2 ക്യൂബ് 8, 3 ക്യൂബ് 27 ആണ്. നമുക്കത് കടന്നു പോകാൻ പറ്റില്ല. സോ 2 ഈസ് ദ ആൻസർ. സോ 23 ഈസ് ദ ആൻസർ. എത്ര സ്റ്റെപ്പ് എടുത്തു? 2 സ്റ്റെപ്പല്ലേ. രണ്ടെണ്ണം ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾ ശരിയാവും. ഇവിടെ നോക്കിയോ, ലാസ്റ്റ് നമ്പർ 1. ലാസ്റ്റ് നമ്പർ 1, 1ന് വന്ന 1 തന്നെ നമുക്കറിയാമല്ലോ. നമ്മൾ 2 3 7 8 വരുമ്പോൾ ഒന്ന് ആലോചിക്കണം, ബാക്കി ഒന്നും ആലോചിക്കണ്ട. ഫസ്റ്റ് ഡിജിറ്റ് ഈസ് 1. 3 ഡിജിറ്റ് കട്ട് ചെയ്ത് കളഞ്ഞു, നമുക്ക് ആവശ്യമില്ല, മൈൻഡ് ചെയ്യേണ്ട. ബാക്കി 29. ബിലോ 29 ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, 3 ക്യൂബ് 27 ആണ്. നമ്മുടെ ആൻസറായി 31 ഈസ് ദ ആൻസർ.
പെർഫെക്റ്റ് ക്യൂബ് ബിലോ 29 ഈസ് 27, ദാറ്റ് ഈസ് 3 ക്യൂബ് 31. ക്ലിയർ ആയില്ലേ? അടുത്തുകൂടി നോക്കാം. 6 ലാസ്റ്റ് 6 വന്നാൽ 6 തന്നെയാണ്. 6 ഈസ് ഓവർ. ഇനി സെയിം റൂൾ തന്നെ അത് കിട്ടിയത് കളഞ്ഞു, 3 നമ്പർ കളഞ്ഞു. ഇനി ഏതാ ബാക്കിയുള്ളത്? 175. 4 ക്യൂബ് 64, 5 ക്യൂബ് 125, 6 ക്യൂബ് 216, 7 ക്യൂബ് 343. ദാറ്റ് ഈസ് മോർ ദാൻ ദിസ് നമ്പർ. നമുക്ക് ഏതുവരെ വരാം? നമുക്ക് 6 ക്യൂബ് 216, നമുക്കിവിടെ 175 വരെ മാത്രം വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏതെടുക്കേണ്ട? അതിനാണ് താഴെയുള്ളത് 5 ക്യൂബ്. 5 ക്യൂബ് എല്ലാവർക്കും അറിയാമെന്നിരിക്കുള്ളൂ അല്ലേ? 5 ക്യൂബ് 125ഉം 6 ക്യൂബ് 216. പിന്നെ പോയിക്കൊണ്ട് അതൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ബില വരുന്ന നമ്പർ 5 ആയതുകൊണ്ട് നമ്മുടെ ആൻസറായി 56. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലാണ് നമ്മൾ ആൻസറിലേക്ക് എത്തിയിട്ടുള്ളത്. സെക്കൻഡ് സ്റ്റെപ്പ് അല്ലേ? 2 സ്റ്റെപ്പിൽ ആൻസർ എത്താൻ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നത്. പെർഫെക്റ്റ് ക്യൂബ് ആവണുണ്ടോ, അല്ലെങ്കിൽ വേറെ പണിയുണ്ട്, അത് നമ്മൾ പിന്നെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അതിന് അറിയേണ്ട കാര്യം ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നത് 2ഉം 3ഉം 7, 8 വരുമ്പോൾ ശ്രദ്ധിക്കുക. 2 വരുമ്പോൾ 8 ആണ്, 3 വരുമ്പോൾ 7. റിവേഴ്സ് അങ്ങനെ തന്നെ പോകും. ബാക്കിയുള്ള നമ്പറൊക്കെ നമുക്കറിയാം. അതേ നമ്പറിനെ എഴുതിയിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആയില്ലേ? നാളെ നമുക്ക് വേറെ ക്ലാസ് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.